വർക്കിനിറ്റുള്ളൂ. ഒരു നേരെ വന്ന് ഫ്രഷ് ആവണം. ഇറങ്ങി നേരെ പോയി ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് എത്ര മണിയായി? കറക്റ്റ് 7:05. ഇപ്പോഴേ സൂര്യനെ കഥ ഇവിടം വരെ എത്തി. പെട്ടെന്നാവണം. നേരെ പോയി എല്ലാം ചെക്ക് ചെയ്ത് നോട്ട് എന്തൊക്കെയായി എന്തൊക്കെ ഉണ്ടെന്ന്. കുഴപ്പമില്ലാത്തല്ല ചെക്ക് ചെയ്തു. നമ്മളിതിൻ്റെ എല്ലാറ്റിൻ്റെ പ്രഷർ കുറവാണ്. വരണില്ല, ഇങ്ങോട്ട് കയറണില്ല. ഇതല്ല കാര്യം. ഇനി പോയെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കണം. വിശക്കണം. കഴിക്കാൻ വേണ്ടി ആപ്പിളും പഴവും പിന്നെ മറ്റേത് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇത് കഴിച്ചിട്ട് അപ്പം ഇതും കഴിക്കുമ്പോൾ അത് റെഡിയാവും. പിന്നെ അതിനെ റെഡിയാക്കിയിട്ട് അത്ര ഒരു ലിമിലേക്ക് വരണ്ടത് 700 കിടക്കും. ഞാൻ പോയി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു. ഇത്രയായിട്ട് 700 കയറണമെന്ന് പറഞ്ഞാൽ അത് ഇത്തിരി നല്ലൊരു പ്രശ്നമാണ്. ക്ലോറിനേഷൻ്റെ ടീം വന്നായിരുന്നു കേട്ടോ. ഞാൻ പോയി അതൊന്ന് ഓപ്പൺ ചെയ്ത് സെറ്റ് ചെയ്തിട്ട് താഴെ പോയി ഓപ്പൺ ചെയ്തു. താഴെ പോയി ഒന്ന് എല്ലാം ഒന്ന് നോക്കണം, ചെക്ക് ചെയ്യണം. ടൈം ഏകദേശമായി. പോയി ചെക്ക് ചെയ്യും. എല്ലാം സെറ്റാണ്. പോകണം. നേരെ ചെന്ന് അവിടെ കുറച്ച് പരിപാടി. ഈ നമ്പർ പമ്പിന് ഓഫ് ചെയ്തിട്ടില്ല. അത് സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ഓണേ കിട്ടും. പമ്പിന് വൈബ്രേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അതിനാ കൂടുതൽ ഓട്ടിക്കില്ലെന്ന് പറഞ്ഞു. അവൻ്റെ അടുത്ത് പറയാൻ പറ്റുമോ? ഇന്ന് പറയണം. ഞാൻ അടുത്ത് പോയി ക്ലോറിനേഷൻ പോയി ചെക്ക് ചെയ്തിട്ട് അതെ ഇവിടെ ഓക്കെയാണ്, സെറ്റാണ്. പിന്നെ പുതിയതിലും കൂടി ഇവിടെയും കുഴപ്പമില്ല. ഇവിടെയും സെറ്റാണ്. ഡൺ. കുഴപ്പമില്ല കേട്ടോ. ഇവിടെയെല്ലാം സെറ്റാണ്. അതിന് ചെടിക്ക് വെള്ളം ഒഴിച്ചു പറഞ്ഞു. ഏകദേശം ശരിക്കെല്ലാം വെള്ളം ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അവിടെ തന്നെ ഇരിക്കണം കുറച്ച് നേരം. പോയി കമ്പ്യൂട്ടറിലൊന്ന് നോക്കട്ടെ. കുറച്ച് നേരം സെറ്റായി. ഇനി നേരെ പോയി ഒന്ന് കമ്പ്യൂട്ടർ നോക്കുക. ലെവലൊന്ന് നോക്കണം. ഇപ്പോൾ ഇന്ന് പുറത്ത് പോകണമെന്ന് വിചാരിക്കണില്ല. ഇന്ന് ഇവിടെ തന്നെ ഇരിക്കണമെന്നാണ് വിചാരിക്കുന്നത്. പുറത്ത് പോയിട്ട് നല്ല വാങ്ങിച്ചുകൊണ്ടൊന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു മടി. മനസ്സിലായില്ല അതാണ്. പിന്നെ ഞാൻ പോകണമെന്ന് വിചാരിച്ചു. നാളെ പോകാൻ വിചാരിച്ചു. പോയിട്ടൊന്നും വാങ്ങിക്കാനുമില്ല. ഫ്രൂട്ട്സ് ഇരിക്കണേ, അതും കൂടി കഴിച്ചിട്ട് നാളെ പോയി വാങ്ങിക്കാം. ഞാൻ ഇന്ന് അനലൈസ് ചെയ്ത് നോക്കിയത് മാർക്കറ്റിലെ അത് €100 കിഡിൽ അനാലിസ് ആയിരുന്നു. കാരണം ഈ കോമഡി എന്ന് പറഞ്ഞാൽ കോമഡിയാണ്. ഞാൻ കാണിച്ചു തരാം. എവിടെ നിന്ന് എടുത്തോ അവിടെ നിന്ന് റിവേഴ്സ്. അയ്യോ നോക്കൂ, കാണിച്ചു തരാം. 3 മിനിറ്റ് ചാർട്ട് ഫ്രെയിം എടുത്ത് പൊങ്ങി വരാൻ. അയ്യോ ഞാൻ താഴെ പോകുന്നത് എനിക്കറിയായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു ഇവിടെ പോയിട്ട് വരുള്ളൂ. അയ്യോ ഒന്നും പറയണ്ട. മാർക്കറ്റ് try better after. ഇല്ല, ഇവിടുന്ന് ട്രേഡ് ചെയ്യാനല്ല, ജസ്റ്റ് അനാലിസ്. മനസ്സിലായ? പൈസ ഇറക്കാതെ നമ്മളൊരിതുണ്ടല്ലോ 1:2 അങ്ങനെ ചെയ്യുന്നത്. വേറെ എൻ്റെ എൻട്രി എൻ്റെ എക്സിറ്റ് ഞാൻ മാർക്ക് ചെയ്ത് വയ്ക്കുന്നു, ലെവൽ ചെയ്ത് വയ്ക്കുന്നു. എൻ്റെ രീതിയിലൊന്ന് അനാലിസിസ് ചെയ്ത് പ്രാക്ടീസ് ഇവിടെ നിന്ന് പോയിട്ട് ചെയ്തു തുടങ്ങാണ്. അതിനൊരു ടൈമുണ്ട്. ആ ടൈമിനല്ല ചെയ്തത്. ഞാൻ എൻ്റെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ
ഏത് സെക്ഷൻ? ന്യൂയോർക്കിൻ്റെ സെക്ഷൻ ഉണ്ടല്ലോ. അതായത് ഇനിയിപ്പം നമ്മളെ നാട്ടിൽ വരുമ്പോൾ എന്തോ 9, 8 അങ്ങനെ എന്തോ ഒരു സമയമുണ്ടല്ലോ ന്യൂയോർക്ക് സെക്ഷൻ. അങ്ങനെ എന്തോ ഒരു ടൈം ഉണ്ടല്ലോ. ഇവിടെ വരുമ്പോൾ എത്ര മണി? 6:30 തുടങ്ങും. ഞാൻ 6 മണിക്കായിരുന്നു ഇന്നലത്തെ ഹൈ ടോപ്പ് ലോ എല്ലാം അതും മാർക്ക് ചെയ്യും. പിന്നെ ഇന്ന് എത്ര മൂവ്മെൻറ്റ് പോയി അതും മാർക്ക് ചെയ്യും. അങ്ങനെ ചെയ്യണേ, അങ്ങനെ ഞാൻ മാർക്ക് ചെയ്ത് ചെയ്യണേ. പഠിച്ചു തരുമ്പോൾ സെറ്റാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതാണ് കാര്യങ്ങൾ. അതായത് എൻ്റെ മാർക്കറ്റിൽ കയറേണ്ട സമയം എന്താ ഇപ്പോഴാണ് 6 മണി അടുപ്പിച്ചു. പക്ഷേ ഈ സമയമാകുമ്പോൾ നോമ്പ് മുറിക്കാൻ പോകണോണ്ടാണ് ഈ നോമ്പിൻ്റെ സമയത്ത് എണ്ണത്തേക്ക് മാത്രമാണ് ഇപ്പോൾ രാവിലെ ഈ തൊട്ട് മുമ്പേ നോക്കണത്. കാരണം അതിന് മാർക്കറ്റ് നോക്കി ശ്രദ്ധിക്കാൻ പറ്റില്ല. പിന്നെ തിരിച്ച് വരുമ്പോൾ തന്നെ 7 മണി അടുപ്പിച്ച പിന്നെ അതിൽ എത്ര ശ്രദ്ധിച്ചാലും അങ്ങോട്ട് ടൈപ്പ് ആവുന്നില്ല. ഭയങ്കര വോളറ്റിലായിട്ട് നീ മനസ്സിലായി. അതായത് ഭയങ്കര പെട്ടെന്നുള്ള മൂവ്മെൻറ്റാണ്. 3 മിനിറ്റ് 5 മിനിറ്റ് നമ്മൾ കയറണം ഒരു പൊങ്ങൊക്കെ ഒരു താഴൊക്കെ. എൻ്റെ ഇടയിൽ നമ്മൾ കേട്ടാ എന്ത് വെച്ചാലും ഒന്നീ എസ്സൽ എടുത്തിട്ട് മേളിൽ പോവും, ഞാൻ വിചാരിക്കുന്ന പോലെ പോവും, അല്ലെങ്കിൽ ഞാൻ ഏതെടുക്കും അതിൻ്റെ അഗൻസ്റ്റ്. ഇതാണ് സമയം. ഞാൻ വെക്കുന്നിടത്തും പോകുന്ന സമയമുണ്ട്, ഏറ്റവും കൂടുതൽ അതാണ്. പക്ഷെ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടേ പോകും. ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് 1 പോയിൻറ്റോ 2 പോയിൻറ്റോ താഴെ പോയിട്ട് തിരിച്ചു പോകും. ഞാൻ ഫുള്ളൊന്ന് ചെക്ക് ചെയ്യട്ടെ കമ്പ്യൂട്ടർ ബേസ്. RPM മറ്റേ ഇൻലെറ്റ് ഞാൻ മറ്റേത് വഴി തുറന്നിട്ടിരിക്കുകയാണ്. അവിടെ പ്രഷർ ഇല്ലാത്തതുകൊണ്ട് എന്നാലും നേരത്തെക്കാളും കൂടുതലാണ് പറഞ്ഞത്. അവൻ ഡ്യൂട്ടി ചേഞ്ച് ആകുമ്പം അവ ഒന്ന് അതിനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. വ്യൂ കണ്ടാ കൊള്ളാമല്ലേ? നല്ലൊരു വ്യൂ ഉണ്ട്. പിന്നെ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷനിലെന്ന് പറഞ്ഞാൽ ഫുള്ളൊന്ന് ബ്ലാക്ക് വന്ന സൈഡ്, അതായത് കാർമേഘം വന്നിട്ട് ചുവപ്പ് ശലം കൂടി സ്പ്രെഡ് ചെയ്യണം. സൂപ്പറായിരിക്കും. ലൈറ്റൊക്കെ ഓണാക്കി സെറ്റ് ചെയ്ത് അതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻലെറ്റിൻ്റെ അത് പിന്നെ നമുക്കിവിടെ പറഞ്ഞ ഇൻലെറ്റ് അത് ഇപ്പോഴല്ല, കുറച്ചും കൂടി വന്നിട്ട് അവൻ ഡ്യൂട്ടി ചേഞ്ച് ചെയ്യാൻ വന്നിട്ട് അവൻ്റെ അടുത്ത് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ അവൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ, കാരണം അത് ഞാനാണല്ലോ തുറന്നത്. എങ്ങനെയാണോ നോക്കി ലെവൽ കുറവാണ് ശരം. അഡ്ജസ്റ്റ് ചെയ്യിപ്പിച്ച് ലെവലൊന്ന് അഡ്ജസ്റ്റ് ആക്കിയിട്ട് അതിനെ പോയി ഒന്ന് ചെയ്യേണ്ടി വരും. അപ്പം ഞാനും പോയി ഒന്ന് നോമ്പിൻ്റെ പരിപാടിയൊക്കെ ഫ്രൂട്ട്സൊക്കെ അവൻ കട്ട് ചെയ്തില്ലേ എന്ന് ഇങ്ങനെ നോക്കിയിട്ട് ഫോണും ഒന്ന് ചാർജ് ചെയ്യാം. ഇത്ര നേരമായിട്ട് ടൈമായില്ല. സാധനം റെഡി ആക്കിയിട്ടുണ്ട്. ഓക്കെ ആണെന്ന്. അപ്പോൾ ബൈ. നോമ്പ് മുറിച്ച് കഴിഞ്ഞ് നേരത്തെ പോവുക, ഒന്നെല്ലാം കൂടി ചെറുതായിട്ട് നോട്ടിച്ച് കൊടുക്കുക. അത് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്. അത്രയേ ഉള്ളൂ. അപ്പോൾ ശരിയാണ്.